ഉപദ്രവിക്കുന്ന ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കുഞ്ഞു കൊച്ചിന്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ തടിച്ചിട്ട് എൻ്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിന് അടിച്ചത്, തലക്കിട്ട്. അതിന് മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് 2 പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ പിള്ളേരെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കത്തിയും ഒരു ടോർച്ചും എടുത്തുകൊണ്ട് പോയി. ടോർച്ച് എന്ന് പറഞ്ഞാൽ 3 കിലോ വെയിറ്റ് വരുന്ന ടോർച്ചാണ്. ആ ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഇളയ കൊച്ചിൻ്റെ തലക്കെട്ട് ഇവിടെ അടിച്ചു, മറ്റവനെ അടിച്ചു. അപ്പോൾ കൊച്ചിൻ്റെ തല ഇവിടെ മുളച്ച് ഇങ്ങനെ ഇത്ര ഇരിപ്പുണ്ടായിരുന്നു, മറ്റവനെ അടിച്ച പാടും കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മ കണ്ട് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൾ ഇന്ന പോലെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നൊക്കെ അന്നേരം ആണ് ഞാൻ അറിയണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ നേരത്തെ? അതാരാ പറഞ്ഞത് ഇങ്ങനെ ഐസ്ക്രീമിൽ വിഷം കലർത്തിയെന്നൊക്കെ? അമ്മ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വന്ന് പറഞ്ഞത്, ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന സംഭവം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാ, കുഞ്ഞിൻ്റെ ജീവനാണ് പോയത്. ഇവർക്കറിയായിരുന്നു ഈ സ്ത്രീ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ആ കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ അങ്ങനെ വെറുതെ വിടാനേ പാടില്ലായിരുന്നു. സോ അതാണ് മെയിൻ ഒരു തെറ്റ്. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എല്ലാ സമയങ്ങളിലും എല്ലാ കാര്യം നോക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ കുട്ടി ഉണ്ടെങ്കിൽ എവിടെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് വിളിച്ചുകൊണ്ട് പോയി ഇതിനകത്തുള്ളൊരു കാര്യങ്ങൾ ചെയ്തത്. ഈ പെണ്ണുമ്പിള്ളെ ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. സ്വന്തം കുഞ്ഞിനെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഉപദ്രവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അവൾക്ക് ആ ചാവണ്ടെങ്കിൽ അവൾ വേണമെങ്കിൽ ചാടി ചാവുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ട് അവളുണ്ട് ഈ ഒരു കൂസലും ഇല്ലാതെ പാട്ടും പാടിയാണ് വീട്ടിൽ കയറി വന്നത്. എന്നിട്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയെന്ന് ചുമ്മാ പറയുകയാണ് ചെയ്തത്. ആ കുടുംബത്തിന് ഉണ്ടായ ഒരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടു പോയത്. അത് സ്വന്തം തള്ള തന്നെ കൊല്ലുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതാണ്. എന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവർക്കുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നമൊന്ന് വരുത്തി തീർക്കാനാണ് ബാക്കിയുള്ളവർ ശ്രമമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആര് എന്ത് ചെയ്താലും ശരിയുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് പ്രശ്നമെന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഈ പെണ്ണുപിള്ളയ്ക്ക് എന്തോ ഒരു മാനസിക വൈരാഗ്യം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സോ എന്നാൽ മാത്രം ഇതുപോലൊക്കെ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു പാഠമായിരിക്കും. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.